എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലാണെങ്കിലും പഠിപ്പിക്കുന്നത് ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടാണ്. ഷോർട്ട് നോട്ടുകൾ പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതെങ്ങനെ വന്നു, എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് ഉപകാരം ചെയ്യും. ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ ബിടെക്കിനും പല വിഷയങ്ങൾക്കും പോണവരാണ്. അവിടെ ഈ ഷോർട്ട് നോട്ടല്ല, അവിടെ വലിയ വലിയ ബുക്കുകൾ തന്നെയാണ് പഠിക്കാനുള്ളത്. ബേസ് നല്ലോണം ഉണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങൾ ബിടെക് ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് മാർക്ക് മേടിച്ചാൽ പോരാ. +1 +2 നല്ല ബേസ് ഇട്ടിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ഇജെക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ബൈ certain metals when light of suitable frequency incident on them. അതായത് ഒരു മെറ്റൽ, എന്ത് മെറ്റലാണെന്നുള്ള എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പറയാം. ഈ മെറ്റൽസിൻ്റെ മുകളിലേക്ക് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള, ഒരു സ്യൂട്ടബിൾ പവറുള്ളതെന്ന് ആലോചിച്ച് വയ്ക്കുക. ഒരു സ്യൂട്ടബിൾ പവറുള്ള, തൽക്കാലത്തേക്ക് അങ്ങനെ ആലോചിക്കുക, ഒരു ലൈറ്റ് അതിൻ്റെ മുകളിലേക്ക് അടിക്കുമ്പോൾ ആ ലൈറ്റ് വന്ന് ഈ മെറ്റൽ പ്ലേറ്റുമേ വീഴുമ്പോൾ ആ മെറ്റൽ പ്ലേറ്റ്സിലുള്ള ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും, അതായത് പുറത്തേക്ക് തെറിക്കും. അപ്പോൾ ഈ പുറത്തേക്ക് തെറിക്കും എന്നുള്ള ആ ഒരു കാര്യം, അതായത് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ഒരു ലൈറ്റ് ഒരു മെറ്റലിൻ്റെ മുകളിൽ വന്ന് ഫോളോ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് തെറിക്കുമെന്നുള്ള ആ ഒരു കാര്യമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇജക്റ്റ് ചെയ്ത ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ലൈൻ ബൈ ലൈൻ നോക്കാം. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ, അതൊരു പ്രതിഭാസമാണ്, ഓഫ് ഇജക്ഷൻ, അതായത് തെറിക്കുക, പുറത്തേക്ക് നമ്മൾ തെറിക്കുക, ഇജക്റ്റ് ചെയ്ത് കളയാന്ന് പറയില്ലേ. അപ്പോൾ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഇജക്ഷനാണ് ബൈ സെർട്ടൈൻ മെറ്റൽസ്, ചില മെറ്റൽസിനാണ്. വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി, ലൈറ്റാണ് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രത്യേക ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് അതിന് മുകളിൽ വന്ന് വീഴുമ്പോൾ ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും, അതായത് തെറിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ദ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. അങ്ങനെ ഇജക്റ്റ് ചെയ്ത അല്ലെങ്കിൽ തെറിച്ചു പോയ ഇലക്ട്രോൺസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഒബ്സർവ്ഡ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസിൽ നിന്നാണ് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നത്. ആസ് സൂൺ ആസ് ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്ക് ഓൺ ദി സർഫസ്, അതായത് ലൈറ്റ് വന്ന് സർഫസിൽ വീഴുമ്പോൾ ഈ മെറ്റലിൻ്റെ സർഫസിൽ നിന്നാണ് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നത്. ഇനി അത്ര പഠിച്ചാൽ മതി. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. നമുക്ക് ആലോചിക്കാം, നമ്മൾ എത്രത്തോളം ഒരാളെ അടിക്കുന്നോ അത്രത്തോളം അയാളെ പല്ല് തെറിക്കും അല്ലേ. അതുപോലെയാണ് എത്രത്തോളം ലൈറ്റ് വന്ന് വീഴുന്നോ ആ ലൈറ്റ് വന്ന് വീഴുന്നതിന് എത്രത്തോളം ആഘാതമുണ്ടോ അത്രത്തോളം ഇലക്ട്രോൺസ് അതിന് തെറിക്കും. ഈസി കൺസെപ്റ്റാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ്, തെറിക്കുന്നത്, ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്സും ഇൻറ്റൻസിറ്റിയും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇലക്ട്രോൺസ് തെറിക്കും. ഫോർ ഈച്ച് മെറ്റൽ ദർ ഈസ് എ മിനിമം ഫ്രീക്വൻസി, അതിനെയാണ് ത്രെഷോൾഡ്, അത് പറഞ്ഞുതരാം. ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് നോട്ട് ഒബ്സർവ്. അതായത് നമ്മൾ ഡെഫിനിഷനിൽ ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്യൂട്ടബിൾ, അതായത് പ്രത്യേക ഫ്രീക്വൻസി വേണം, അതിന് മേലേക്ക് ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രമാണ് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി, ആ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉണ്ടെങ്കിലും അതിന് മേലേക്ക് ഉണ്ടെങ്കിലും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. അപ്പോൾ ആ മിനിമം ആയിട്ടുള്ള ആ സ്യൂട്ടബിൾ ഫ്രീക്വൻസിനെ പറയുന്നൊരു പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിനെ നമ്മൾ μ0 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എങ്കിലും വേണം ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കാൻ. ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അതായത് ഈ അടിച്ചു തെറിപ്പിച്ച പല്ല് തെറിച്ചു പോകുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ അടിച്ചു തെറിപ്പിക്കുമ്പോൾ പല്ലാണ് നമ്മുടെ ഇലക്ട്രോൺസ്, അടിക്കുന്ന അടിയാണ് നമ്മുടെ ലൈറ്റ്. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുള്ളത് ഒരു എക്സാമ്പിൾ പോലെ. അപ്പോൾ ഈ അടിച്ചു തെറിപ്പിക്കുന്ന ഈ ഇലക്ട്രോൺസിൻ്റെ ആ ഇലക്ട്രോൺസിന് ഒരു സ്പീഡുണ്ട്, അതിനാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയാം. ആ കൈനറ്റിക് എനർജി കിട്ടുമ്പോഴാണ് അതിന് അത്രയും സ്പീഡ് അതിലും കൂടാനും കുറയാനൊക്കെ കാരണമാവുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്
ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, വന്ന് വീണ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വന്ന് വീഴുന്ന ലൈറ്റിന് നല്ലോണം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ കൈനറ്റിക് എനർജി നല്ലോണമായിരിക്കും, ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഒരു പ്രത്യേക ഫ്രീക്വൻസിക്ക് മേലെയുള്ള ലൈറ്റ് വന്ന് മെറ്റലിൽ വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് തെറിക്കുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്. ഓക്കെ.